ആയിരം പാദസരങ്ങൾ കീലുങ്ങി. പ്രകാശേ, ഓ, നിങ്ങൾക്ക് സത്യത്തില് സ്വന്തമായിട്ട് എന്തോരം വസ്തുണ്ട്? ഈ കാണുന്ന വയൽ കണ്ടല്ലോ, ആ. ഇത് അപ്പൂപ്പന്റെ ആയിരുന്നു. ആ, അപ്പൂപ്പനെ എങ്ങനെയൊക്കെയോ പറ്റിച്ച് അച്ഛനത് കൈക്കലാക്കി. ഇപ്പൊ എന്തായാലും നമ്മുടെ അമ്മയുടെ പേരിലാണ്. പിന്നെ ഒരു 4 ഏക്കർ തെങ്ങും തോപ്പ്. നിനക്കറിയാവുന്ന സ്ഥലം. 4 ഏക്കർ. ആ, എനിക്ക് നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് സത്യം പറഞ്ഞ സങ്കടം വരുവാണ്. എന്നാ പറ്റി? ഇത്രയും സ്വത്തുണ്ടായിട്ടും ദരിദ്രവാസിയെ പോലെ അല്ലേ കഴിയണം? മനുഷ്യനെ എന്തുണ്ടായിട്ടും കാര്യമില്ല, ഒരു ഭാഗ്യം കൂടെ വേണം. അതൊന്നും ഇല്ല നമുക്ക്. എനിക്ക് ഈ പുഷ്പയുടെ വായി കിടക്കുന്ന തെറിയും കേട്ട് ചവിട്ടും കൊണ്ട് കിടക്കാനായി യോഗം. നല്ലൊരു കോളത്ത് വന്നിട്ടുണ്ട്. എന്നാ? ആദ്യം ഇരിക്ക് പറയാം. ശരി. പറ. സംഭവേ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കിടിലം കോളത്ത് വന്നിട്ടുണ്ട്. എന്നാ സംഭവം? കൊച്ചി ബേസിൽ ഒരു മാർവാടി കമ്പനി നമ്മുടെ നാട്ടിൽ ഒരു വില്ല പ്രോജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ സ്വത്തില്, നമ്മുടെ സ്ഥലമില്ലേ 4 ഏക്കർ, അതിൽ അവർക്കൊരു ചെറിയ കണ്ണുണ്ട്. ഫസ്റ്റ് അതും പറഞ്ഞോണ്ട് അമ്മയുടെ തൊട്ട് ചെന്നാ മതി. അമ്മയുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മള് പറയത്തില്ലേ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നിവരത്തില്ല. ഇതുപോലെ അമ്മയ്ക്ക് മനസ്സൊന്നും മാറുകയല്ല. നീ വേറെ വല്ല പരിപാടിയും പറ. പ്രകാശി, അവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ ചോദിക്കണ പൈസ നമുക്ക് തരും. അമ്മയുടെ പറഞ്ഞാ കേൾക്കത്തില്ല, അതാണ് പ്രശ്നം. നീ ഒരു പണി ചെയ്യ്, നമുക്ക് വേറെ സ്ഥലം ഒപ്പിച്ചു കൊടുക്കാന്ന് പറ. നിങ്ങൾ ഇപ്പോഴും ഈ 3 രൂപ കമ്മീഷൻ മേടിച്ചുള്ള ബ്രോക്കർ പരിപാടിക്ക് നിൽക്കുവാണോ? അല്ലാതെ വേറെ എന്നാ ചെയ്യാനോ? നിവൃത്തിയില്ല വേറെ. സംഭവം വേറൊരു ഓഫർ റോഡ് ഉണ്ട് അതിനകത്ത്. ഈ സ്ഥലം അവർക്ക് ഇഷ്ടപ്പെട്ട് വില്ല പ്രോജക്ട് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു വില്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഈ സന്ധ്യാ നേരത്ത് ഇവിടെ ഒന്ന് കൊതുകടിയും കൊണ്ടിരുന്ന് 2 അടിക്കുന്ന സമയത്ത് അവിടെ നല്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ കിടന്ന് പിന്നെ ഇറങ്ങി കുളിക്കുകയും ചെയ്യും ഇടയ്ക്ക്, അല്ലേ? ചിന്തിച്ചു നോക്കിയേ. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളത്തിന്റെ പുറത്ത് മറ്റേ പാത്രത്തിലേക്ക് കുപ്പിയൊക്കെ വെച്ചിട്ട് എന്നാ ചെയ്യൂടാ പോയി. ഓക്കെ അല്ലേ? അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണ്ട, അതിനെന്താ ഒരു വഴി? അമ്മയെ പറഞ്ഞ സംഭവിക്കണ കേസ് നിങ്ങൾ വിട്ടേരെ, അത് ഞാൻ റെഡിയാക്കി തരാം. എന്ത് വഴിയാ? ബാ, എഴുന്നേറ്റേ പറയാം. ഉറപ്പാണോ? അത് ഞാൻ ഏറ്റു. നടന്നാ മതിയായിരുന്നു. സൂക്ഷിച്ചു നടക്കട്ടോ. ഇതെന്തോന്ന് മുടിയത്? ഇത് പിന്നെയൊന്നും കെട്ടാൻ പറ്റില്ല, കൊണ്ടുപോയേ. മതി, നീ കെട്ടണ്ട. എടി അതെ, അപ്പൂവിനും അമ്മൂമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തോന്നണം. നീ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞതാണ്. അല്ല, എന്തിനാ വിളിച്ചേ? അവരെയൊക്കെ മറന്നൂന്ന് ചോദിച്ചു വിളിച്ചതാ. മറന്നു എന്നങ്ങ് പറയണം. നിന്നെ വിളിച്ചപ്പോ നീ അങ്ങനെയാണോ പറഞ്ഞേ? എന്നെ വിളിച്ചില്ലല്ലോ, ചേച്ചിനെ വിളിച്ചത്. നിന്നെ വിളിച്ചില്ലേ നീ അങ്ങോട്ട് വിളിക്കണം. പിന്നെ അങ്ങോട്ട് വിളിക്കാൻ നിക്കുവല്ലേ? ആരെങ്കിലും അറിഞ്ഞോണ്ട് തീയിലെടുത്ത് ചാടുവോ? എന്റെ ചേച്ചി ഒന്നാമത് ഇവിടുത്തെ ഉള്ളവരുടെ ഉപദേശം കേട്ട് നീരിക്കപ്പുറത്തില്ല, ഇനി അവരുടെയും കൂടി ഉപദേശം കേൾക്കണം. അത് ശരിയാ, അപ്പൂപ്പൻ ഭയങ്കര ഉപദേശ. എനിക്കൊരു ഡൗട്ട്. എന്താണ്? ഈ അപ്പൂപ്പനെ എന്തിനു കാലെന്ന് വിളിക്കുന്നത്? അപ്പൂപ്പന്റെ പേര് കലാധരൻ എന്നല്ലേ, അപ്പൊ അതൊരു പ്രാസൊക്കെ ചേർത്ത് കാലൻ കലാധരൻ എന്ന് വിളിക്കണു. അതേടി, അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണ്. അല്ലെന്ന്. അങ്ങനെയാണ്. നിനക്കറിയോ? നിനക്കറിയോ? എനിക്കറിയുന്നുണ്ട്. പിന്നെന്തുട്ടാണ്? എന്നോട് അമ്മൂമ്മ പറഞ്ഞതാണ്. ആണോ? അതെ. എന്നാ ഞാൻ പറയണത് അങ്ങനെയൊന്നും അല്ല, വേറെ എന്തോ ഒരു കാര്യമാണ്. അങ്ങനെയാണ്. എന്നാ നിനക്ക് തെളിയിച്ചോ? തെളിയിക്കാൻ എങ്ങനെ തെളിയിക്കാൻ? അതൊക്കെ ഉണ്ട്. തെളിയിച്ചരാ. വാ. എന്താണ്? വാടി. ഞാൻ ചോദിച്ചാൽ നീ ഉത്തരവൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? നീ പറയാ എങ്ങനാ? നീ എന്തെങ്കിലും പറ. എനിക്കൊന്നും പറയാനില്ല. നിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ചോദിച്ചത്. നടക്കാത്ത കാര്യത്തിനല്ല ഞാൻ എന്ത് പറയാനാ? നടക്കാൻ വേണ്ടിട്ടല്ലേ ഇപ്പൊ നിന്റെ അഭിപ്രായം ചോദിച്ചത്. നടത്തി എടുക്കണ്ടേ നമുക്ക്? നീ ഗുണമുള്ള കാര്യമാണ്. അല്ല, അത് വേണോ? നടക്കോ? നടത്തണം. നീ ചങ്കായിട്ട് എന്റെ കൂടെ നിന്നാ നടത്തും. നാശങ്ങൾ വരുന്നുണ്ട്. നാശങ്ങൾ വരുന്നുണ്ട് കേട്ടായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇടിച്ചു കളി കയറി വന്നത്? എന്താ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? എപ്പോഴും വരുന്നുണ്ടല്ലോ. ഞങ്ങളും കൂടെ വരും. അമ്മ ഒരു ഡൗട്ട്. എന്നോടോ? നോക്കിയേ, മക്കളെ എന്നോടാ ഡൗട്ടൊക്കെ ചോദിക്കണേ. പറ മക്കളെ. അമ്മേന്റെ അച്ഛൻ എന്തിനാണ് ഈ കാലൻ കലാധരൻ എന്ന് വിളിക്കണേ? മാതിരി ഡൗട്ടൊന്നും കൊണ്ട് എന്റെ അടുത്ത് വരരുതേ, അതെനിക്ക് ഇഷ്ടമല്ല. അത് മോശമല്ലേ? പിള്ളേർക്ക് ഒരു സംശയം എന്ന് നീ വേണ്ട തീർത്തു കൊടുക്കാൻ. സംശയമല്ലേ ചോദിച്ചോളൂ. അതെ, തീർത്തു കൊടുക്കൂ. എന്തേ ഒന്നും മിണ്ടായില്ലേ? എനിക്ക് ഇഷ്ടമല്ല എന്റെ അച്ഛനെ അങ്ങനെ പറയുന്നത്. നീ പറയണ്ടെന്ന് ഞാൻ പറയാം മക്കളെ. ഞാൻ പറയരുത്. അതാണ് സംശയം തീർക്കണം.
ഇവളുടെ നാട്ടിലെ ആരെങ്കിലും ഒക്കെ വയ്യാതെ മരിക്കാറായി വയസ്സായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളുടെ അച്ഛൻ പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സമയം അയാൾ മരിച്ചിരിക്കും. അല്ല അപ്പൊ അപ്പൂപ്പൻ ഒരു കാലനാണല്ലേ? ഉറപ്പല്ലേ? ഡൗട്ടെല്ലാം തീർന്നില്ലേ? പോക്കോ. അച്ഛാ അപ്പൊ അമ്മ ചെറിയൊരു കാലത്തിയല്ലേ? പിള്ളേർക്ക് നല്ല വിവരമുണ്ട് കേട്ടോ. അതെ അതൊക്കെ പോട്ടെ. കാലത്തി പുഷ്പ കുഞ്ഞിക്കാലത്തി. ഞങ്ങളൊരു സീരിയസ് കാര്യം സംസാരിക്കും. നിങ്ങൾക്ക് എന്തിന്റെ കേടാന്ന്? ഞാൻ പറഞ്ഞില്ല അവരറിയും. നീ എന്നെ പിടിച്ചൊന്നും കയറാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞതിനെ പറ്റി പറ. നടക്കും അതൊക്കെ. എടി നീ ഒന്ന് സമ്മതിച്ചാ മതി. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഞാൻ ഏറ്റു. എന്റെ പൊന്നേ, കാലത്തി എന്നുള്ള ഡയലോഗ് കേട്ട് ദൈവമേ ഞാൻ ചിരി ചൂപ്പാണ് വന്ന്. നീ വല്ലാണ്ട് ചിരിക്കണ്ട. അപ്പൂപ്പിന് ഇങ്ങനെ ഒരു പേരുണ്ടെന്ന് പറഞ്ഞാലേ നിന്റെ ഫ്രണ്ട്സ് നിന്നെ കൊച്ചു കാലത്തേന്ന് വിളിക്കും. ആണോ? എന്നാ പിന്നെ ഞാൻ കാലെന്ന് പോട്ട് കലംന്ന് പോലും പറയണല്ല. നീ കാന്ന് പോലും മിണ്ടണ്ട. ഞാനങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അമ്മയൊന്ന് ആലോചിച്ച് നോക്കി. നീ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് ഞാനെന്തിനാ ആലോചിക്കുന്നു? അമ്മ, ഈ ആഡംബര വില്ലയില് സിനിമാ നടന്മാരും നടിമാരല്ലല്ലേ ജീവിക്കുന്നത്? അവരെ അയൽവക്കത്ത് അമ്മ അതേപോലെ ചെത്തി നടന്ന് ജീവിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു വില്ലയിലൊക്കെ അങ്ങനെയാണെങ്കിൽ അമ്മ സമ്മതിക്കണം. അത് വേണ്ട, അത് നടക്കില്ല. എന്തുവാ അമ്മ ഇത്? ഞാൻ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ജീവിക്കണോ? ആ പറമ്പിൽ കൃഷി ചെയ്തിട്ട് എന്നാ കിട്ടാനാ? ഇതിപ്പോ ഒരു ഗോൾഡൻ ചാൻസാ. നമുക്കിത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്താ. അത് നമ്മൾ കളയാതെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. എന്നിട്ട് അവന്മാരതുപോലെ ഓർക്കൂ. എനിക്കിതൊന്നും അറിയണ്ട. നിനക്ക് ആർഭാട ജീവിതം നയിക്കണമെങ്കിലേ നീ സ്വന്തമായിട്ട് പണിയെടുക്കണം. അല്ലാതെ കാരണവന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന മുതൽ വിറ്റിട്ടല്ല ആർഭാടം കാണിക്കേണ്ടത്. അവസാനം വജ്രായുധമായിട്ട് അതങ്ങ് ഉപയോഗിച്ചു. ഈ ജീവിതം മതിയായ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാ. എനിക്കിങ്ങനെ നരക ജീവിക്കാൻ പറ്റുകയില്ല. മോനെ നിർത്തിക്കേ. നീ പറയുന്നിടത്ത് എന്താന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഞാൻ എവിടെ വേണേലും ഒപ്പിട്ട് തരാം. Yeah!